യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം അപ്പം എന്ന പദത്തെക്കുറിച്ചാണ്. അപ്പം എന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ ഏകദേശം 490 അധികം പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ സ്വർഗത്തിൽ നിന്ന് വീണ അപ്പമായ മന്ന ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകിയ പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. മരുഭൂമിയിൽ വെച്ച് പിതാക്കന്മാർ ഭക്ഷിച്ച മന്ന നൽകിയത് ദൈവമാണ്. എന്നാൽ അത് ശാരീരിക വിശപ്പടക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പുതിയ നിയമത്തിലെ മന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന ദൈവപുത്രൻ്റെ ശരീരമാണ്. അതെ, നമ്മുടെ ഹൃദയത്തിന് ശക്തിയും ആത്മീയ ഉണർവും നൽകുന്ന അപ്പം. യേശു അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് നൽകിയപ്പോൾ അത് ഒരു പങ്കുവയ്പ് അനുഭവമായി. സുവിശേഷത്തിലെ ഈ പങ്കുവയ്പ് അനുഭവം നമ്മുടെ ജീവിതത്തിലും വളരെ സ്വാധീനിക്കുന്നു. അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പങ്കുവയ്പില്ലായ്മയുടെയും സ്നേഹമില്ലായ്മയുടെയും മറ്റൊരു മാതൃകയാണ് യേശു നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നത്. അപ്പോൾ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുവാനാണ്, ദാഹിക്കുവാനുമാണ്. അതുകൊണ്ട് ഈ നോമ്പുകാല ദിനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധമായി സൂക്ഷിക്കാം. നമുക്കും നമ്മുടെ സമയങ്ങളും കഴിവുകളും അതുപോലെ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടും സ്നേഹത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും അനുഭവം നമുക്കും നൽകാം. അന്ത്യാത്താഴ സമയത്ത് പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ട ആ രാത്രിയിൽ പ്രിയരോടൊത്തായിരിക്കുവാൻ ഈശോ അപ്പമായി. അങ്ങനെ യേശു നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പകറ്റുവാൻ സ്വയം മുറിയപ്പെട്ടു. നമ്മുടെ ജീവൻ്റെ അപ്പമായി തീർന്നു. യേശു മുറിക്കപ്പെട്ടപ്പോൾ ഈശോ നേടിയത് നമ്മുടെയൊക്കെ ചെറു ജീവിതങ്ങളെയാണ്. അതെ, അത്രമേൽ ചെറുതായി അപ്പമായി ദിവ്യകാരുണ്യത്തിൽ ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്നു. അങ്ങനെ ഈശോയെ ആത്മാവിൻ്റെ അപ്പമായി നാം ഭക്ഷിക്കുന്നു. ഈ ഈശോയെ തന്നെ ദിവ്യകാരുണ്യത്തിൽ അപ്പമായി നാം ആരാധിക്കുന്നു. ഈ തപസ്സു കാലത്ത് നമ്മുടെ ജീവിതത്തിലോട് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതം ഈശോയെ പോലെ എളിമപ്പെട്ടുകൊണ്ട് മുറിക്കപ്പെടുവാൻ സാധിക്കുന്നുണ്ടോ? നമുക്കും പല രീതിയിൽ അപ്പമാകാം. നമ്മുടെ സാന്നിധ്യം, വാക്കുകൾ, പെരുമാറ്റം, അതുപോലെ സ്നേഹത്തോടുള്ള നമ്മുടെ സ്പർശനങ്ങൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടും നമുക്കും മുറിക്കപ്പെട്ട അപ്പമാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.